വലിയ ആരോപണം ഉയർന്നിട്ടുണ്ട്. അതിനെതിരെ പാർട്ടി എന്തെങ്കിലും അല്ല, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഇവരെ പ്രതികരിക്കേണ്ട കാര്യം. അത് അവിടുത്തെ നേതാക്കന്മാർ, പ്രാദേശിക നേതാക്കന്മാരാണ് നോക്കേണ്ടത്. അങ്ങനെ പാർട്ടിയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ സ്ഥാനമില്ല. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അക്കാര്യം ആ സംഭവം ഉണ്ടായപ്പോൾ തന്നെ പാർട്ടി നടപടിയെടുത്തിട്ടുണ്ട്, സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ശക്തമായ നടപടിയാണ് കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്നത്. ആരോപണം വന്നപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിട്ടുണ്ട്. സംശയമില്ല. അതാണ് അതുവഴി മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഞാൻ ചോദിക്കുന്ന തിരിച്ചൊരു ചോദ്യം, ദേവസ്വം ബോർഡ് ഈ അയ്യപ്പന്റെ സ്വത്ത് കട്ടിട്ട് ഇപ്പോഴും പാർട്ടിയിൽ തുടരുന്നവരെ കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ അത് ചർച്ച പോലും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ഇത് പറയുമ്പം അതും കൂടെ ചോദിക്കണം. ഞങ്ങളതിനകത്ത് എടുത്ത നടപടി നിങ്ങൾ മനസ്സിലാക്കണം ഈ കാര്യത്തിൽ. അപ്പൊ അതുകൊണ്ട് ഞാൻ താരതമ്യം ചെയ്യാൻ പറയും, ഇതും അതും താരതമ്യം ചെയ്യാനേ പറ്റില്ല. പക്ഷെ ഒരു പാർട്ടി സ്വർണം കട്ട കേസിൽ പ്രതിയാണ് എന്ന് പറഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഞങ്ങളല്ലല്ലോ കേരളം ഭരിക്കുന്ന. ഇപ്പോൾ ഹൈക്കോടതി നേതൃത്വം കൊടുത്തിട്ട് അന്വേഷണം നടത്തുകയല്ലേ. അറസ്റ്റ് ചെയ്തിട്ട് അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ എന്തുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറാവാത്തത്? മറ്റേ കാര്യത്തിൽ ഞങ്ങൾ നടപടിയെടുത്തിട്ടുണ്ട്. ഒരു കാര്യം, വയനാട്ടിലേക്ക് വീടുകളുടെ വാഗ്ദാനം ചെയ്തിരുന്നല്ലോ KPCC ഒക്കെ, അതിലെന്തെങ്കിലും തീരുമാനങ്ങൾ വന്നിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ചോദ്യം അല്ല. ആ കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അന്ന് പറഞ്ഞ വാചകങ്ങളിൽ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ആ ദിവസം 2 ദിവസക്കാലം പ്രിയങ്ക ഗാന്ധിയോടൊപ്പം ഒന്ന് സംസാരിച്ച് ചർച്ച ചെയ്ത് കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിച്ച കാര്യങ്ങളുണ്ട്. ഒന്ന്, കർണാടക തെലങ്കാന ഗവൺമെന്റുകളോട് ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ശക്തമായ സഹായം ചെയ്യണം എന്നാവശ്യപ്പെട്ടു. 20 കോടി രൂപയാണ് വീടിന് വേണ്ടിയിട്ട് കർണാടക ഗവൺമെന്റ് കൊടുത്തത്. തെലങ്കാന ഗവൺമെന്റ് തയ്യാറായിരുന്നു, വേണ്ട കമ്മ്യൂണിക്കേഷൻ കൊടുത്തു. കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കുന്ന വീടുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ തുക സമാഹരിച്ചിട്ട് കൃത്യമായി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അധികം താമസിയാതെ തന്നെ വീടുകളുടെ പണി ആരംഭിക്കും. നല്ല കാര്യം. അത് സർക്കാരിന്റെ വീടിലെ 20 കോടി കർണാടക സർക്കാരിന്റെ കൂടിയാണെന്ന് പറയായിരുന്നു. നമ്മളെല്ലാവരും പന്നുണ്ട്. അത് സർക്കാരിന്റെ ഫണ്ടെന്ന് പറഞ്ഞാൽ സർക്കാർ CPMന്റെ ഫണ്ടാണോ? അത് അല്ലല്ലോ. അത് കർണാടക ഗവൺമെന്റ് കൊടുത്ത, ഞങ്ങളെല്ലാം കൊടുത്ത, കേരളത്തിലെ ജനങ്ങൾ കൊടുത്ത ഫണ്ടാണ്. തീർച്ചയായിട്ടും അത് നന്നായി നടക്കട്ടെ. അതോടൊപ്പം ഞങ്ങൾ പറഞ്ഞ കാര്യം ഞങ്ങൾ പാലിക്കും. ഫണ്ട് കൃത്യമായിട്ടുണ്ട്. അത് നിങ്ങളോട് പറയണം. ശരി, ഓക്കെ, താങ്ക് യു.